നമസ്കാരം. ഓപ്പറേഷൻ സിന്ധു ഇസ്രയേലിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങി വിദേശകാര്യ മന്ത്രാലയം. ഇസ്രയേൽ വിടാൻ താൽപ്പര്യമുള്ള ഇന്ത്യക്കാരെ കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കും. ബഹിരാകാശ മേഖലയിലെ അറിവുകൾ അതിന്റെ പരിധികളിൽ മാത്രം ചുരുങ്ങാതെ പൊതുസമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാളത്തോടെ മഴയുടെ തീവ്രത കുറയും. ഞായറാഴ്ച മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുന്ന സമൂഹം വിദൂരമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊളോണിയൽ ഭരണം അടിച്ചേൽപ്പിച്ച ഭാഷയാണ് ഇംഗ്ലീഷ്. നമ്മുടെ സംസ്കാരത്തിന്റെ രത്നങ്ങളാണ് പ്രാദേശിക ഭാഷകളെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ ഡോക്ടർ ശശി തരൂർ MP-യുടെ പേരും ഉൾപ്പെട്ടതായുള്ള രേഖകൾ പുറത്ത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-ക്ക് KPCC-യുടെ വിലക്ക്. ഇന്ന് വൈകിട്ട് 5 മണിവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ പരസ്യപ്രതികരണം നടത്താനും പാടില്ല എന്നാണ് നിർദ്ദേശം. ശശി തരൂരിനെതിരായ പ്രതികരണത്തിലാണ് വിലക്ക്. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ 1 ഡസൻ നേതാക്കളുമായെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എല്ലാ നേതാക്കൾക്കും ഓരോ സമ്മാനങ്ങളും കൊടുത്തു. ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവും ഒക്കെ വ്യക്തമാക്കുന്നതാണ് ഈ സമ്മാനങ്ങൾ. ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു. ഗവർണറെ അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. 1 മാസത്തിനടുത്ത് നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒടുവിൽ നിലമ്പൂരിന്റെ വിധിയെഴുതി വോട്ടർമാർ. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.